ഓഡ്രെ ടോഷ്കെ അമേരിക്കൻ ചരിത്രകാരിയാണ്. ദക്ഷിണേഷ്യൻ ചരിത്രമാണ് ഇവരുടെ പഠന വിഷയം. പ്രത്യേകിച്ച് മുഗൾ ഭരണ കാലഘട്ടമൊക്കെയാണ് ഇവർ പഠിക്കുന്നത്. വർഷാവർഷം ആന്റി ഹിന്ദു കോൺഫറൻസുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ഹോബി. ജോർജ് സോറസിന്റെ ഒരു കയ്യാളാണ് ഈ മാഡം എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. 4 വർഷം മുന്നേ ഡിസ്മാൻഡ്ലിംഗ് ഗ്ലോബൽ ഹിന്ദുത്വ എന്ന പേരിൽ നടത്തിയ ഒരു കോൺഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ആഗോള ഹിന്ദുത്വത്തിനെ തകർത്തെറിയുക. ഇതാണ് ഡിസ്മാൻഡ്ലിംഗ് ഗ്ലോബൽ ഹിന്ദുത്വത്തിനെ കൊണ്ട് എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ ഇതിലെ ഒരു വീഡിയോ, ഇതിലൊരു പ്രസക്ത ഒരു ഭാഗം വൈറലായിരുന്നു. യൂട്യൂബിൽ ഇപ്പോഴും നിങ്ങൾക്ക് തിരഞ്ഞാൽ കിട്ടും. ഇന്ത്യൻ സർക്കാരിനെ ഇവർ വിമർശിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നത്, ഔറംഗസേബ് പണ്ട് ചില ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന പേരിൽ ഇപ്പോൾ ഭാരത സർക്കാർ അതായത് ക്ഷേത്രങ്ങൾ നശിപ്പിച്ചാണ് ഈ മുസ്ലിം പള്ളികളൊക്കെ കെട്ടിയത് എന്ന് ഭാരത സർക്കാർ പറയുന്നു. അതുകൊണ്ട് ആ മുസ്ലിം പള്ളികളൊക്കെ ഭാരത സർക്കാർ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്യാദി കള്ളങ്ങളൊക്കെയാണ് ഇതിനകത്ത് പ്രചരിപ്പിക്കുന്നത്. യാതൊരു തെളിവുമില്ലാതെ ഇതിനൊക്കെ കൈയടിക്കുന്ന ചില ഇന്ത്യക്കാരെയും നമുക്ക് കാണാം. പക്ഷേ അതിന് കൃത്യമായി മറുപടി നൽകുന്ന ഒരു ഇന്ത്യക്കാരൻ ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോ വൈറലായിരുന്നു യൂട്യൂബിൽ. അദ്ദേഹം കൃത്യമായി ചോദിക്കുന്നു, അതായത് നേറ്റീവ് അമേരിക്കൻസിന്റെ ചോരയിൽ കെട്ടിപ്പടുത്ത ഒരു രാഷ്ട്രമാണ് അമേരിക്ക. നമുക്കറിയാം, തദ്ദേശീയരായിട്ടുള്ള കറുത്തവർഗക്കാരായിട്ടുള്ള അമേരിക്കക്കാരുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ രക്തത്തിൽ നിന്ന് ആണ് ആ രാജ്യം തന്നെ കെട്ടിപ്പടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള രാജ്യത്തിലുള്ള ഒരു സ്ത്രീയായ നിങ്ങൾക്ക് എങ്ങനെ മറ്റൊരു രാജ്യത്തിനെ ഇത്തരത്തിൽ ജനോസൈഡൊന്നും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താൻ കഴിയും എന്നുള്ള രീതിയിൽ അവർ തിരിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ വൈറലാണ്. എന്തായാലും ആ ഒരു കോൺഫറൻസിലാണ് ഈ ഒരു സംഭാഷണവും നടന്നത്. ഇപ്പോൾ റഡ്ഗേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ ആണ് ഈ പരിപാടി നടന്നത്. അവിടെ 2 പ്രൊഫസർമാരായിട്ടുള്ള ഓഡ്രെ ടോഷ്കെ പിന്നെ പ്രൊഫസർ സഹർ അസീസ്, ഇവരാണ് ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പരിപാടി അവിടെ നടത്തിയത്. ഇപ്പോഴിതാ കോളീഷൻ ഓഫ് ഹിന്ദുസ് നോർത്ത് അമേരിക്ക, കോഹ്ന എന്ന് പറയാം, അങ്ങനെ ഒരു സംഘടന ഉണ്ട്. ആ സംഘടന ഈ കോൺഫറൻസിനെ പറ്റിയുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് ഈ കോൺഫറൻസിന്റെ അക്കാദമിക് പിന്തുണക്കാരുടെ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് കോഹ്ന. അതിൽ നെഞ്ചു വിരിച്ച് ഒരാൾ ഇരിപ്പുണ്ട് ആ ഒരു ലിസ്റ്റിനകത്ത്. അത് മറ്റാരുമല്ല, താലിബാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ഹിബത്തുള്ള അബുൻ സാദ. അതെ, അഫ്ഗാനിലെ ഇസ്ലാമിക് എമിറേറ്റിന്റെ നേതാവ്, ഇസ്ലാമിക വിശ്വാസികളുടെ കമാൻഡർ, ഖുറാനിന്റെയും ഹദീസുകളുടെയും പണ്ഡിതൻ. ഇതൊക്കെയാണ് ഹിബത്തുള്ളയെ പറ്റി ഔദ്യോഗികമായിട്ട് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഇയാൾ പറയുന്നത് എന്തോ അതാണ് അഫ്ഗാനിലെ നിയമം. അപ്പൊ ഈ വ്യക്തി അഫ്ഗാനിൽ എത്രമാത്രം പവർഫുൾ ആയിരിക്കും എന്നുള്ളത് ഊഹിക്കാൻ കഴിയുമല്ലോ. വോയിസ് ഓഫ് അമേരിക്കയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ചില ഉന്നത ഉദ്യോഗസ്ഥർ മാത്രമേ ഇയാളെ നേരിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ. 1990 പാസ്പോർട്ടിനായി എടുത്ത ഒരേ ഒരു ചിത്രം മാത്രമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെ പറ്റി ലഭ്യമായിട്ടുള്ളത്. കറുത്ത നീണ്ട താടിയും വെളുത്ത തലപ്പാവുമുള്ള ഒരു രൂപം. ഇദ്ദേഹമാണ് ഈ പറയുന്ന ഡിസ്മാൻഡലിംഗ് ഗ്ലോബൽ ഹിന്ദുത്വ അല്ലെങ്കിൽ ആഗോള ഹിന്ദുത്വത്തിനെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ ഈ പരിപാടിയുടെ അക്കാഡമിക് സപ്പോർട്ടർ അല്ലെങ്കിൽ അതിന്റെ പിന്തുണ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇതിലൂടെ വെളിപ്പെടുന്നത് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു എത്രമാത്രം ആഴത്തിൽ ഊന്നിക്കിടക്കുകയാണ് അവർ ഇന്ത്യ പിടിച്ചെടുക്കാനുള്ള അവരുടെ ഒരു വ്യഗ്രത എന്നുള്ളത് മാത്രമല്ല, ഇസ്ലാമിക ഇടത് ഒരു നെക്സസ് എന്ന് പറയുന്നതിന്റെ ഒരു പുതിയ ഒരു ഉദാഹരണം കൂടിയാണ് ഇത്. എന്തായാലും നമ്മുടെ അയൽപ്പക്കത്ത് കിടക്കുന്ന മിത്രങ്ങൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന രാജ്യങ്ങളും ശത്രുക്കളും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന രാജ്യങ്ങളും, ഈ 2 രാജ്യങ്ങളും ആത്യന്തികമായിട്ട് നമ്മുടെ ശത്രുക്കൾ തന്നെയാണ് എന്നാണ് ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.